റെഡ് സീ ക്രൈസിസ് വലുതാവുകയാണോ ചെറുതാവുകയാണോ കൂടുകയാണോ കുറയുകയാണോ എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അതിന്റെ ഉത്തരം വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. വീണ്ടും ഗ്രീക്കിന്റെ ഒരു കപ്പലിൽ യമൻ ഹൂതീസ് ആക്രമണം നടത്തിയിരിക്കുന്നു. വീണ്ടും യമൻ രാജ്യത്തിനുള്ളിൽ തന്നെ അമേരിക്ക ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേൽ ഹമാസ് പ്രശ്നം ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആന്റണി ബ്ലിങ്കൺ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരും. എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നു. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലസ്തീനു വേണ്ടി, പാലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും, ഞങ്ങൾ അതിൽ നിന്നും പിന്മാറില്ല എന്ന് ഹൂതീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തു തന്നെ ഞങ്ങൾക്കെതിരെ എയർ സ്ട്രൈക്ക് നടത്തിയാലും, എന്തു തന്നെ സ്ട്രൈക്ക് നടത്തിയാലും ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല, ഞങ്ങളുടെ ആക്രമണം ഇനിയും തുടരുമെന്നും ഹൂതീസ് പറയുന്നുണ്ട്. മാത്രമല്ല, റെഡ് സീയിൽ ഇസ്രയേലിന്റെ കപ്പലുകൾ, ഇസ്രയേലിന്റെ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പൽ, ഇതിലെല്ലാം ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഹൂതീസ് പറഞ്ഞതുകൊണ്ടാണോ എന്തോ നിരവധി കപ്പൽ സ്ഥാപനങ്ങൾ അവരുടെ കപ്പൽ ഇനി റെഡ് സീയിലേക്ക് അയക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. മേഴ്സ്ക് ഉൾപ്പെടെ പല കപ്പൽ സ്ഥാപനങ്ങളും അവരുടെ കപ്പൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എക്സ്പോർട്ടേഴ്സിനും ഇത് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. ഈ പ്രശ്നം തുടരുകയാണെങ്കിൽ യൂറോപ്പിൽ ഇൻഫ്ലേഷൻ അധികമായി വരും. ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെ യുകെയെയും ഇത് ബാധിക്കും. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും കൺസേൺ ആയി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിലെ പുതിയൊരു വഴിത്തിരിവായ ഹൂതീസിന്റെ ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കാത്ത പല രാജ്യങ്ങളും ഇനി അടുത്തതായി ഹിസ്ബുള്ളയും ഇതിലോട്ട് ഇറങ്ങുമോ എന്ന ചോദ്യത്തോടെ കാത്തിരിക്കുകയാണ്. അഗൈൻ ലെബനൻ ഭാഗത്തും എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയും ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഇസ്രയേൽ കളി നീക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറും. മാത്രമല്ല, അത് ആർക്കും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. മിഡിൽ ഈസ്റ്റ് മുഴുവനായും ആളിക്കത്തും. സോ പെട്ടെന്ന് തന്നെ അവസാനിക്കൂ എന്ന ഒരു ശബ്ദം ഉയർന്നു വരുന്ന ഈ ഒരു സമയത്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ദാവോസിൽ ഒരു യോഗത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാലസ്തീനിയൻസിന് പാലസ്തീൻ എന്ന രാജ്യം വളരെ പ്രധാനമാണ്. ഇത് ഓക്കെ, പക്ഷെ അദ്ദേഹം അടുത്തതായി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പാലസ്തീൻ ജനങ്ങൾ ഇസ്രയേൽ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന്. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പാലസ്തീൻ എന്ന ഒരു രാജ്യം രൂപീകരിക്കുക, അതിനുശേഷം ഇസ്രയേൽ പറയുന്നത് പോലെ അവർ പറയുന്ന അതേ രീതിയിൽ പ്രവർത്തിക്കുക. ഇത് മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് അദ്ദേഹം പറയുന്നു. ഇതെങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ മാതൃരാജ്യം പിടിച്ചു വാങ്ങി അതിന് മറ്റൊരു പേരിട്ട് ആ മാതൃരാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങളെ ഇരുത്തി, നിങ്ങളിരിക്കുന്ന ആ ഒരു പ്രദേശത്തിന് മാത്രം നിങ്ങളുടെ മാതൃരാജ്യത്തിന് പേരിട്ടോളൂ എന്നും പറഞ്ഞ് ഇവർ മറ്റൊരു പേരിട്ടതിനു ശേഷം അവർ നിങ്ങളെ ഭരിക്കുന്നു. നിങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചോളൂ, അതിനുശേഷം അവർ പറയുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക. അവർ എപ്പോഴാണ് പുറത്തു പോകാൻ പറയുന്നത് അപ്പോൾ പുറത്തു പോവുക എന്ന രീതിയിൽ അവർക്ക് അടിമയായി തുടരുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്ന് വളരെ വ്യക്തമായി ഇതിലൂടെ മനസ്സിലാക്കാം. സോ മേഴ്സ്ക് എന്ന ആ ഒരു കപ്പൽ സ്ഥാപനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ഈ റെഡ് സീ ക്രൈസിസ്, അതായത് റെഡ് സീ ഡിസ്റപ്ഷൻ എന്നത് വളരെ നീണ്ട കാലയളവിലേക്ക് മാസക്കണക്കിന് നീണ്ടുപോകാനുള്ള സാധ്യത അധികമായിട്ടുണ്ട്. അങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ കപ്പൽ യാത്ര, അതുപോലെ കപ്പൽ ട്രേഡ് ഒക്കെ മാസക്കണക്കിന് നിങ്ങൾ മറക്കേണ്ടി വരുമെന്ന് പറയുന്നു. സോ ലോക രാജ്യങ്ങൾക്കും ഈജിപ്തിനും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ സൂയസ് കനാലാണ്. സൂയസ് കനാൽ ഇല്ലെങ്കിൽ ഈജിപ്ത് ഇല്ല. സൂയസ് കനാലും ഈജിപ്തും ഇല്ല എന്നുണ്ടെങ്കിൽ പല ലോക രാജ്യങ്ങളുടെയും കണ്ടെയ്നർ മാർക്കറ്റിംഗ് 30% ഇല്ലാതാകും. സോ ഈ സൂയസ് കനാലിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ റെഡ് സീ ക്രൈസിസ് കുറയണം. അങ്ങനെ കുറയണമെന്നുണ്ടെങ്കിൽ യമൻ ഹൂതീസ് റെഡ് സീയിൽ നടക്കുന്ന ഈ ഒരു കപ്പലിൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെയും ഇല്ലാതാകണം. ഈ ഒരു കാര്യം കൊണ്ടാണ് ഇവർ ഈ മേഴ്സ്ക് എന്ന കമ്പനി ഇതുപോലെയൊക്കെ പറയാൻ ആരംഭിച്ചിരിക്കുന്നത്. അടുത്തത് ഇറാൻ. എല്ലാം വ്യത്യസ്തമായിരിക്കുകയാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ യമനിലെ ഹൂതീസ് ഇടപെടുമെന്ന്. യമനിലെ ഹൂതീസ് വന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നമാക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അതേപോലെ തന്നെയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നത്. എന്താണ് സംഭവിച്ചത്? ഇറാൻ ഇറാഖിലുള്ള ഇസ്രയേലിന്റെ സ്പൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ആക്രമണം നടത്തിയത്. സോ ഇറാൻ നേരിട്ട് ഇറാഖിൽ ആക്രമണം നടത്തുന്നു. ഇറാഖിന് ദേഷ്യം വരുന്നു. ഇറാഖ് നേരെ എവിടെയാണ് പോകുന്നത്? ഐക്യരാഷ്ട്ര സഭയിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് പറയുന്നു, ഞങ്ങളുടെ നയതന്ത്രജ്ഞരെ ഞങ്ങൾ തിരിച്ചു വിളിക്കാൻ പോകുന്നു, ഇറാന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന്. സോ ഇറാൻ ഇറാഖ് യുദ്ധം വീണ്ടും വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീർച്ചയായും വിള്ളലുണ്ടായിട്ടുണ്ട്.
അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് മാത്രമല്ല, പാകിസ്ഥാനിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാൻ പറയുന്നു, ഞങ്ങളുടെ നയതന്ത്രജ്ഞർ തിരിച്ചു വരിക, ഇറാനിൽ നിന്നും തിരിച്ചു വരിക. ഇറാന്റെ നയതന്ത്രജ്ഞർ ഇറാനിലേക്ക് തന്നെ തിരിച്ചു പോവുക, ഇനി ഒരു മീറ്റിംഗിന്റെയും ആവശ്യമില്ല എന്നും പറഞ്ഞ് ഇറാനെതിരെയുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. അങ്ങനെ ഇത്രയും നാൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാതിരുന്ന അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴത്തെ പ്രധാന ശത്രു, രണ്ടുപേരുടെയും പ്രധാന ശത്രു ഇറാൻ ആയതുകൊണ്ട് ഇറാനെതിരെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് പാകിസ്ഥാന് അനുകൂലമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇറാന് എതിരായ അഭിപ്രായങ്ങളും അമേരിക്ക പറയാൻ ആരംഭിച്ചിരിക്കുന്നു. സോ ലോക രാഷ്ട്രീയത്തിൽ പല ട്വിസ്റ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായി, ഗാസ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ആര് മെഡിക്കൽ സഹായം ചെയ്യും? ഖത്തർ ഭരണകൂടം പറയുന്നു, ഗാസ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ മീഡിയേറ്ററായി പ്രവർത്തിച്ച് 1000 മെഡിക്കൽ പാക്കേജുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നോർത്തേൺ ഗാസ ഭാഗത്തേക്കോ ഗാസ ജനങ്ങളിലേക്കോ മെഡിക്കൽ സഹായം ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇത് ശരിയാകണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ തന്നെ മനസ്സ് വെക്കണമെന്ന് പറയുന്നു. വഴിയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വഴിയുണ്ട്. പിന്നെ എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? അതിലെ പോകുന്നവരെയെല്ലാം ഇസ്രയേൽ ഷൂട്ട് ചെയ്യുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണം കാരണമാണ് ജനങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ പറ്റാത്തത് എന്നും പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ ആക്രമണം നിർത്തിയാൽ മാത്രമല്ലേ സഹായം എത്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഖത്തർ പറയുന്നുണ്ട്. ഇത് ശരിയായ കാര്യം തന്നെയല്ലേ? മെഡിക്കൽ പരമായ സഹായങ്ങൾ ഗാസ ഭാഗത്തേക്ക് എത്തിക്കാനെങ്കിലും ഇസ്രയേൽ സഹകരിക്കണമെന്ന് ഖത്തർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇസ്രയേൽ ഒരു മറുപടിയും പറയുന്നില്ല എന്നതാണ് വാസ്തവം. അടുത്തത് ജോർദാൻ. ജോർദാനും പറഞ്ഞിട്ടുണ്ട്, ഗാസ ഭാഗത്തെ ജനങ്ങൾക്ക് മെഡിക്കൽ സഹായം എത്തിക്കാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇസ്രയേൽ ഇതിനു വേണ്ടി സഹകരിക്കണമെന്നും ജോർദാൻ അറിയിച്ചിരിക്കുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യക്കാർ ഇസ്രയേലിലേക്ക് ജോലിക്കായി പോകാൻ പോകുന്നു എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വിവരം പുറത്തു വന്നത് ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ഏകദേശം 15 മെമ്പേഴ്സ് ഇസ്രയേലിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നു. ഓൾറെഡി ഇസ്രയേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാലസ്തീനിയൻസിനെ പുറത്താക്കി കഴിഞ്ഞല്ലോ. ഇപ്പോൾ അവരുടെ സ്ഥാപനത്തിന് ആളെ ആവശ്യമുണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്നു. 1,50,000 രൂപ സാലറി പ്ലസ് മെഡിക്കൽ സഹായം പ്ലസ് ഫുഡ് പ്ലസ് അക്കോമഡേഷൻ, കൂടാതെ 16,515 രൂപ ബോണസ്. ഹരിയാനയിൽ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജനുവരി മാസം 16-ാം തീയതി മുതലും ജനുവരി മാസം 20-ാം തീയതി വരെയും. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലാണെങ്കിൽ ജനുവരി മാസം 23-ാം തീയതി മുതൽ ജനുവരി മാസം 31-ാം തീയതി വരെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യക്കാരെ ഇസ്രയേലിലേക്ക് ജോലിക്കായി അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിൽ നല്ല മാറ്റം വരും. പക്ഷേ ഈ യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് പ്രശ്നം വരില്ല എന്ന ചോദ്യത്തിന് ഇസ്രയേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ജൂതരെ ഞങ്ങൾ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ ഇന്ത്യക്കാരെയും സംരക്ഷിക്കുമെന്നാണ്. ഇന്ത്യക്കാരുടെ ജീവനോ സ്വത്തിനോ യാതൊരു ആപത്തും വരില്ല എന്നും അവർ ഉറപ്പു പറയുന്നുണ്ട്. പക്ഷേ ഇനി ഒരു പ്രശ്നവും വരാതെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മാത്രമല്ല, ഹരിയാന ഉത്തർപ്രദേശിലൊക്കെ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ജോലിക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ നിരവധി പേർ പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ 1.5 ലക്ഷം രൂപ സാലറി പ്ലസ് ഫുഡ് പ്ലസ് അക്കോമഡേഷൻ, അതുകൂടാതെ തന്നെ നിരവധി ബോണസും തരാമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഇസ്രയേലിന്റെ മാൻ പവർ കുറയാൻ യാതൊരു സാധ്യതയുമില്ല. സോ അവരുടെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഓയിൽ കമ്പനിയായ ഷെൽ ഇനി റെഡ് സീ വഴി ഞങ്ങളുടെ ഷിപ്മെന്റ് ഒന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഗ്രീക്കിന്റെ ഒരു കാർഗോ ഷിപ്പ് സാഗ്രോഫിയ എന്ന കപ്പലിലും ഹൂതീസിന്റെ ആക്രമണം ഉണ്ടായിരുന്നത് കൊണ്ട് അഗൈൻ അവിടെ കപ്പൽ സെയിലിംഗ് സ്തംഭിച്ചുവെന്നും അമേരിക്ക നിർമ്മിച്ച ഈ റെഡ് സീ ടാസ്ക് ഫോഴ്സ് പ്രവർത്തനരഹിതമായെന്നും ഇനിയും കൂടുതൽ പേർ ഈ ടാസ്ക് ഫോഴ്സിൽ ചേരണമെന്ന് അമേരിക്ക ചോദിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ തുൽഖാം എന്ന ഒരു റെഫ്യൂജി ക്യാമ്പിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. പാലസ്തീൻ അതോറിറ്റി മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിന് ലോകരാജ്യങ്ങൾ ഒരു പ്രഷർ കൊടുക്കണം. അവർക്ക് അറ്റ്ലീസ്റ്റ് അത് ക്രോസ് ചെയ്യുന്നതിന്, ബോർഡർ ക്രോസ് ചെയ്യുന്നതിന്, റാഫ ക്രോസിംഗ് വഴി ആയാലും ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് അനുമതി കൊടുക്കണം. മാത്രമല്ല, അവർക്ക് ആവശ്യമായ മെഡിക്കൽ ആവശ്യം എന്തെങ്കിലും വന്നാൽ ക്രോസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കണം. അവർക്ക് ആവശ്യമായ മെഡിക്കൽ സഹായങ്ങൾ അവർക്ക് എത്തുന്നതിനുള്ള സഹായം കൊടുക്കണം. അതിനെല്ലാം ലോകരാജ്യങ്ങൾ ഇസ്രയേലിൽ ഒരു പ്രഷർ ചെലുത്തണമെന്ന് പറയുന്നു. അതേപോലെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈഡർ വാർ ഇൻ ലെബനൻ ഇൻ ദ മോസ്റ്റ് ഡേഞ്ചറസ് ത്രെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ലെബനിൽ നടക്കുന്ന ആ ഒരു യുദ്ധം വളരെ വലിയൊരു ഭീഷണിയാണെന്നും അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വിവരം അനുസരിച്ച് ഇറാനും ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിലല്ല ഇറാൻ ഉൾപ്പെട്ടിട്ടുള്ളത്.
ഇറാന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹൂതീസിന്റെ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് പ്രശ്നം ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ഗാസ ഭാഗത്തെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന ഒരു ചെറിയ ഐഡിയ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ യുദ്ധം നീണ്ടു പോകുന്നു എന്ന് കാണിക്കുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.